ഹലോ ഡിയേഴ്സ്. നാട്ടിലിപ്പോൾ എല്ലാ ദിവസവും നല്ല മഴയാണല്ലേ? മഴയും ആസ്വദിച്ച് ചായ കുടിക്കാനായി നമുക്ക് കുറച്ച് പക്കാവട ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ ബൗളിലേക്ക് 1 കപ്പ് കടലമാവ്, 1 കപ്പ് വറുത്ത അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എൻ്റെ നാട്ടിൽ ഇതിൻ്റെ പേര് പക്കാവട എന്നാണേ. റിബൺ പക്കാവട, ഓലവട, കൊക്കുവട എന്ന് വേറെയും ചില പേരുണ്ടെന്ന് ഞാൻ കേട്ടു. നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി ഇതിലേക്ക് നല്ല എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറോ 1/2 ടീസ്പൂൺ ഫൈനായിട്ട് അരച്ച വെളുത്തുള്ളിയുടെ പേസ്റ്റോ ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1 നുള്ളു പഞ്ചസാരയും വെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എനിക്കിവിടെ ഏകദേശം 1 കപ്പോളം വെള്ളം വേണ്ടി വന്നു. ഓരോ ബ്രാൻഡിൻ്റെ പൊടികളനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വന്നേക്കാം. എനിക്കിവിടെ ഏകദേശം 1 കപ്പ് വെള്ളത്തിൽ നല്ലപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ചില്ലാണ് നമ്മൾ പക്കാവട ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കിനി ഈ ചില്ലിലും സേവനാഴിയിലും നല്ലപോലെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു ചട്ടി വെച്ച് ഓയിലൊന്ന് ചൂടാക്കിയെടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയിട്ട് നമുക്ക് വറുത്ത് കോരാം. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവർ പക്കാവടയ്ക്ക് കിട്ടും. ഇനി ഇതിലേക്ക് മാവ് കുറേശ്ശെയായി പ്രസ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മുടെ പക്കാവട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഓരോരോ ചെറിയ ബാച്ചസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മുടെ പക്കാവട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.